Hi all. In the previous lecture, we saw something called nuclear binding energy and we wrote an expression to calculate nuclear binding energy. We also saw this graph, which is a plot between binding energy per nucleon and mass number. And we explained some general characteristics of this graph. And we were wondering as to why this graph takes this particular shape. If we look at the details of why this graph takes this particular shape, there are many contributions as to why this graph is like this and what information do we get from this graph that we will see as we learn to explain the shape of this graph. As we generally mentioned in the previous lecture, the average binding energy of most nuclei is within the range 8 MeV per nucleon. And for light nuclei, they climb up the binding energy curve by nuclear fusion. And for heavy nuclei, they also climb up the binding energy curve slightly by fission. As we attempt to understand the shape of this curve, we arrive at something called semi-empirical mass formula, which gives an expression for binding energy in terms of mass number. Okay. So the initial term which we consider would be contributing to the binding energy per nucleon is of course the volume energy term, which we consider that say is due to contribution of all the nucleons within the volume. ഇപ്പോൾ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസിനകത്തെ എല്ലാ ന്യൂക്ലിയോൺസും അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂക്ലിയർ ഫോഴ്സ് വഴി ഇൻറ്ററാക്ട് ചെയ്തിട്ട് ആ ന്യൂക്ലിയസിനെ ആസ് സച്ച് ബൈൻഡ് ചെയ്ത് നിർത്തുന്നുണ്ട് എന്നുള്ളൊരു അസംഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ടേം നമുക്ക് പറയാൻ പറ്റും വിച്ച് വി കോൾഡ് ദി വോള്യൂം കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ബൈൻഡിങ് എനർജി. അതിനെയാണ് വോള്യൂം ടേം എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുകയാണ് ഒരു ന്യൂക്ലിയസിനകത്ത് എ ന്യൂക്ലിയോൺസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ആൻഡ് സപ്പോസ് ലൈക്ക് ദി ചാർജസ് ആർ ഇൻവോൾവ്. രണ്ട് ചാർജുകൾ ഒരു കളക്ഷൻ ഓഫ് ചാർജസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ അവ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ എങ്ങനെയാണ് എടുക്കാറ്? Q1, Q2, Q3 ഒക്കെ തന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇൻ്ററാക്ഷൻ എന്ന് പറയുന്നത് Q1, Q2 പെയർ തമ്മിലുള്ള ഇൻ്ററാക്ഷൻ, Q2, Q3 പെയർ തമ്മിൽ, Q1, Q3 പെയർ തമ്മിൽ, അങ്ങനെയൊക്കെയാണല്ലോ. ഒരു ന്യൂക്ലിയസിനകത്ത് ചാർജ് ഉള്ള പാർട്ടിക്കിൾസും ഉണ്ട്, ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺസും ഉണ്ട്. ഇവയെല്ലാം തമ്മിൽ ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരേ ഒരു ടൈപ്പ് ഫോഴ്സാണ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇതേപോലെ പെയർ വൈസ് ഇൻറ്ററാക്ഷനാണ് നടക്കുന്നത് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എ ന്യൂക്ലിയോൺസ് എനിക്ക് എൻ്റെ ന്യൂക്ലിയസിലുണ്ട്. എത്ര പോസിബിൾ പെയേഴ്സ് പറ്റും? എ ന്യൂക്ലിയോൺസ് തന്നു കഴിഞ്ഞാൽ എ ഇൻറ്റു എ മൈനസ് 1/2 നമ്പർ ഓഫ് പെയേഴ്സ് ആർ പോസിബിൾ ഇഫ് ഐ കൺസിഡർ എ ന്യൂക്ലിയോൺസ് വിതിൻ എ ന്യൂക്ലിയസ്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് 3 ന്യൂക്ലിയോൺസ് ഉണ്ടെന്ന് വിചാരിക്കാം, എ, ബി ആൻഡ് സി. എത്ര പെയർ പോസിബിൾ ആവും എന്ന് ചോദിച്ചാൽ എ ബി പറ്റും, എ സി പറ്റും, ബി സി പറ്റും, അല്ലേ? ഇവിടെ എ is 3. So if I substitute in this formula 3 into 3 minus 1/2, I get 3. Okay. അപ്പോൾ A into A minus 1/2 pairs of nucleons are possible. And if we consider all these pairs interact with nuclear force, then we get that binding energy is proportional to A into A minus 1/2
ഓർ ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു എ സ്ക്വയർ. കാരണം ഇവിടെ മാക്സിമം ഡിപ്പെൻഡൻസ് എ സ്ക്വയർ ആണ് വരുന്നത്. അപ്പോൾ ബൈൻഡിങ് എനർജിയുടെ വേരിയേഷൻ എന്ന് പറയുന്നത് എ സ്ക്വയറിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിൻ്റെ വേരിയേഷൻ വിൽ ബി പ്രൊപ്പോർഷണൽ ടു എ അല്ലേ? അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എനിക്ക് എങ്ങനെ കിട്ടണം? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വൈ ആക്സസിൽ എ മാസ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടേണ്ടത് ഇങ്ങനെയാണ് അല്ലേ? If it is something which is proportional to A, my binding energy per nucleon curve should go like this. പക്ഷേ അങ്ങനെയാണോ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കർവ് പോകുന്നത്? അല്ല. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കർവ് ഇസ് ഫെയർലി കോൺസ്റ്റൻറ്റ് ഫോർ ഓൾമോസ്റ്റ് ഓൾ ന്യൂക്ലിയൈ ഓവർ എ ലാർജ് റേഞ്ച് അല്ലേ? ഇങ്ങനെയാണ് കർവ് പോകുന്നത്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇസ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് ഇസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു എ, ബട്ട് ഇറ്റ് ഈസ് ഫെയർലി എ കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് approximately a constant അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈൻഡിങ് എനർജി ഇസ് പ്രൊപ്പോർഷണൽ ടു എ എന്നാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ അസംഷനിലുള്ള ഒരു ചെറിയ പിശക് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഒരു ന്യൂക്ലിയസിനകത്തെ എല്ലാ ന്യൂക്ലിയോൺസും അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂക്ലിയർ ഫോഴ്സ് വഴി ഇൻ്ററാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള അസംഷൻ എടുത്തതാണ് പ്രശ്നം. ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് ഫോഴ്സ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ന്യൂക്ലിയസിൻ്റെ ഇവിടെയുള്ള ന്യൂക്ലിയോണും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല. അവ തമ്മിൽ ന്യൂക്ലിയർ ഫോഴ്സ് വഴി ഇൻ്ററാക്ട് ചെയ്യില്ല. പിന്നെ എങ്ങനെയാണ് ന്യൂക്ലിയർ ഫോഴ്സ് വഴി ഇൻ്ററാക്ഷൻ നടക്കുക? ഒരു ന്യൂക്ലിയോണിന് ചുറ്റും വളരെ നിയറസ്റ്റായി കിടക്കുന്ന കുറച്ച് നെയ്ബേഴ്സും തമ്മിൽ മാത്രമേ ന്യൂക്ലിയർ ഫോഴ്സ് വഴിയുള്ള ഇൻ്ററാക്ഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇഫ് വി മേക്ക് സച്ച് ആൻ അസംഷൻ, ഇഫ് വി ചേഞ്ച് അവർ അസംഷൻ ദാറ്റ് not all pairs interact via nuclear forces and nuclear forces are operational only between nearest neighbors. ഓക്കെ, അങ്ങനെ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പം നിയറസ്റ്റ് നെയ്ബേഴ്സ് എന്ന് വരുമ്പോൾ if I consider one nucleon and it has n neighbors ഉണ്ടെന്ന് വിചാരിക്കുക. എത്ര പേഴ്സ് പറ്റും? ഐ വിൽ ഹാവ് n ഡിഫറെൻറ്റ് പേഴ്സ് അല്ലേ? ഇനി ഞാൻ ഇവിടെയുള്ള ന്യൂക്ലിയോൺ എടുക്കുകയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഐ കൺസിഡർ ദിസ് സെക്കൻഡ് ന്യൂക്ലിയോൺ. അതിൻ്റെ നിയറസ്റ്റ് നെയ്ബേഴ്സ് എന്ന് പറയുന്നതിൽ ഈ 1 പെടും, ഇങ്ങനെ പെടും. അങ്ങനെ എല്ലാ ന്യൂക്ലിയോൺസിനും n നിയറസ്റ്റ് നെയ്ബേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ ഞാൻ നേരത്തെ ഈ 1ഉം 2ഉം തമ്മിലുള്ള ഇൻ്ററാക്ഷൻ ഓൾറെഡി കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ന്യൂക്ലിയോണിനെ കൺസിഡർ ചെയ്തപ്പോൾ ഞാൻ ഓൾറെഡി ഈ പെയർ കണക്കിലെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് ഞാൻ ഈ ന്യൂക്ലിയോൺ എടുക്കുമ്പോൾ വീണ്ടും ആ പെയർ കണക്കിലെടുക്കേണ്ട ആവശ്യമില്ല. റിപ്പീറ്റ് ചെയ്ത് പെയർ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എൻ്റെ ന്യൂക്ലിയസിൽ A ന്യൂക്ലിയോൺസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഇഫ് there are A nucleons and each has n nearest neighbors, then nuclear force will be operational only between an/2 pairs. ആ by2 ചെയ്തിരിക്കുന്നത് ഒരു പെയറിനെ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൗണ്ട് ചെയ്യുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈൻഡിങ് എനർജി ഈസ് പ്രൊപ്പോർഷണൽ ടു എ എന്ന് വരും. ബൈൻഡിങ് എനർജി
പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് ഇസ് ഫെയർലി എ കോൺസ്റ്റന്റ് എന്നും വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഗ്രാഫ് എങ്ങനെയാണ് വരേണ്ടത് എന്നറിയോ? ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും എയും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം എൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. മാസ് നമ്പർ എന്ത് തന്നെ വേരി ചെയ്താലും കുഴപ്പമില്ല. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഇസ് എ കോൺസ്റ്റന്റ് ഫോർ ഓൾ മാസ് നമ്പേഴ്സ്. പക്ഷെ എൻ്റെ ഗ്രാഫ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല. There are some deviations to my graph. My graph's shape is not like this. So, വോളിയൂം എനർജി എന്ന് പറഞ്ഞ ഒരു ടേം കൊണ്ട് മാത്രം നമുക്ക് ഈ പറഞ്ഞ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന ആ ഗ്രാഫിൻ്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ എൻ്റെ അസംഷൻ പ്രകാരം എനിക്ക് കിട്ടിയിരിക്കുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ എന്തോ ആണ്. പക്ഷെ എൻ്റെ ഗ്രാഫ് അങ്ങനെ പോരാ, എനിക്കൊരു വളവും ചെരിവും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് നമ്മൾ അടുത്തൊരു റീചെക്ക് നടത്തുന്നത്. അപ്പോൾ എൻ്റെ ഇനീഷ്യൽ അസംഷനിൽ ഞാനൊരു ഓവർ എസ്റ്റിമേഷൻ ചെയ്തിട്ടുണ്ട്. എന്താണ് എൻ്റെ ഓവർ എസ്റ്റിമേഷൻ? എൻ്റെ ന്യൂക്ലിയസ് ഇങ്ങനെയാണ് എന്ന് വിചാരിക്കും. ന്യൂക്ലിയസിന് നടുവിലുള്ള ഏതെങ്കിലും ഒരു ന്യൂക്ലിയോണിനെ എടുത്തു കഴിഞ്ഞാൽ ഇതിന് n നിയറസ്റ്റ് നെയ്ബേഴ്സ് പോസിബിൾ ആണ്. ഇവിടെയുള്ള ഒരു ന്യൂക്ലിയോൺ എടുത്തു കഴിഞ്ഞാലും പോസിബിൾ ആണ്. പക്ഷേ സർഫസിലുള്ള ഒരു ന്യൂക്ലിയോൺ ഞാൻ എടുക്കുകയാണെന്ന് വിചാരിക്കാം. ആ ന്യൂക്ലിയോണിന് n നിയറസ്റ്റ് നെയ്ബേഴ്സ് പോസിബിൾ അല്ല. പക്ഷേ നമ്മൾ ഈ ന്യൂക്ലിയസിലുള്ള എല്ലാ ന്യൂക്ലിയോൺസിനും n നിയറസ്റ്റ് നെയ്ബേഴ്സ് ഉണ്ട് എന്നുള്ള അസംഷനിലാണ് നമ്മൾ ആദ്യത്തെ ടേം എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു ഓവർ എസ്റ്റിമേഷനാണ് ബൈൻഡിങ് എനർജിയിലേക്ക്. അപ്പോൾ ആ ഓവർ എസ്റ്റിമേഷൻ എനിക്ക് സർഫസ് ന്യൂക്ലിയോൺസിൻ്റെ കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്പർ ഓഫ് നിയറസ്റ്റ് നെയ്ബേഴ്സ് ഇല്ല. അപ്പോൾ ശരിക്ക് ഈ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിൻ്റെ ഈ ടേമിൽ നിന്ന് ഒരു ടേം നമ്മൾ ഇത്തിരി കുറയ്ക്കേണ്ടി വരും. നമ്മളിത് കൂടുതലാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്ത് ഡിപ്പെൻഡൻസ് ഉള്ള ടേമാണ് കുറയ്ക്കേണ്ടി വരിക? എൻ്റെ ന്യൂക്ലിയസിൻ്റെ റേഡിയസ് അനുസരിച്ച് സർഫസ് ഏരിയ വ്യത്യാസം വരും. സർഫസ് ഏരിയ 4πr² ആണ്. ഇനി ആറിൻ്റെ ഡിപ്പെൻഡൻസ് എങ്ങനെയാണ്? ആറിൻ്റെ ഡിപ്പെൻഡൻസ് r0 a⁻⁴ ആയിട്ടാണ്. അപ്പോൾ സർഫസ് ഏരിയയിൽ 4πr02 a⁻² എന്നുള്ളൊരു ടേം വരും അല്ലേ? അപ്പോൾ സർഫസിൽ എത്ര ന്യൂക്ലിയോൺസ് ഉണ്ട് എന്നുള്ളത് സർഫസ് ഏരിയയോട് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ആ സർഫസിലുള്ള ന്യൂക്ലിയോൺസ് എത്ര എണ്ണമാണോ ഉള്ളത് ആ അത്രയും എണ്ണത്തിൽ നമ്മൾ ഇത്രയും നിയറസ്റ്റ് നെയ്ബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസംഷനാണ് വോളിയൂം എനർജി ടേമിൽ നടത്തിയിരിക്കുന്നത്. പക്ഷേ ആ സർഫസ് ഏരിയയോട് പ്രൊപ്പോർഷണലായിട്ട് വരുന്ന രീതിയിലുള്ളൊരു ടേം നമ്മൾ ആദ്യത്തെ ടേമിൽ നിന്ന് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത് ടേമിൻ്റെ ഡിപ്പെൻഡൻസ് വരുന്നത് ഇങ്ങനെയാണ്. a⁻²³ എന്നുള്ള ഒരു ഫാക്ടറിനോടാണ് ഡിപ്പെൻഡൻസ് വരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഫാക്ടറാണ് കുറയ്ക്കേണ്ടി വരിക? ആദ്യത്തെ ടേം ഇങ്ങനെയാണ്. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കോൺസ്റ്റൻ്റ് എന്നായിരുന്നു. അപ്പോൾ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് ദാറ്റ് കോൺസ്റ്റൻറ്റ് ടൈംസ് എ. B/A ഇസ് എ കോൺസ്റ്റൻറ്റ്. ആ കോൺസ്റ്റൻറ്റിനെ ഞാൻ AV എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് AV ടൈംസ് A. അതിൽ നിന്ന് ഞാൻ കുറയ്ക്കാൻ പോകുന്ന ഒരു ടേം എന്ന് പറയുന്നത് AS ടൈംസ് a⁻²3. ഓക്കെ, ഇവിടെയുള്ള ടേമുകളൊക്കെ ക്ലബ് ചെയ്തൊരു കോൺസ്റ്റൻ്റ് ആക്കി AS a⁻²3. ഓക്കെ, ഇനി അങ്ങനെ ഒരു ഡിപ്പെൻഡൻസ് വരുത്തുമ്പോഴേക്കും നമ്മുടെ ടേമിന് വളവുകൾ സംഭവിക്കും. കാരണം ഹിയർ ഇറ്റ് ഇസ് പ്രൊപ്പോർഷണൽ ടു a⁻²3. അപ്പം അങ്ങനെയുള്ളൊരു ഡിപ്പെൻഡൻസ് വരുമ്പോഴേക്കും ഈ സ്ട്രെയിറ്റ് ലൈൻ ബിഹേവിയറിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിക്കും. പക്ഷെ അപ്പോഴും നമുക്ക് വേണ്ട രീതിയിലേക്ക് നമ്മുടെ കർവ് മാറിയിട്ടില്ല. ഇപ്പോഴും എൻ്റെ കർവ് ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഓക്കെ,
അപ്പോൾ എനിക്കത് ഒന്ന് വളഞ്ഞ് താഴേക്ക് വളഞ്ഞ് കിട്ടണം. But that has not been achieved. So I have to consider more terms which will give me a better approximation to the curve. ഇങ്ങനെയൊക്കെയാണ് ഗ്രാഫ് പോകുന്നത്. മൂന്നാമത് കൺസിഡർ ചെയ്യേണ്ട ഒരു ടേം എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജിയെ കുറയ്ക്കാൻ അങ്ങനെ ആ ഒരു രീതിയിൽ എഫക്റ്റ് ചെയ്യുന്ന വേറൊരു ടേമാണ് കൂളോംബിക് റിപ്പൽഷൻ ബിറ്റ്വീൻ പ്രോട്ടോൺസ്. അപ്പോൾ എല്ലാം തമ്മിൽ ന്യൂക്ലിയർ ഫോഴ്സ് വഴി ഒറ്റ എൻറ്റിറ്റി ആയിട്ട് പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ ആ ഒറ്റ എൻറ്റിറ്റി ആയിട്ട് പിടിച്ചു നിർത്തുന്നതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ടേമായിട്ട് വരുന്നതാണ് കൂളോംബിക് റിപ്പൽഷൻ. അപ്പോൾ പ്രോട്ടോണുകൾ തമ്മിലുള്ള റിപ്പൽസീവ് ഫോഴ്സ് ട്രൈസ് ടു ലെസൻ ദി ബൈൻഡിങ്. അപ്പോൾ പിടിച്ചു നിർത്തുന്നതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സാണ് റിപ്പൾസീവ് ഫോഴ്സ്. അതുകൊണ്ട് തന്നെ ബൈൻഡിങ് എനർജിയെ കുറയ്ക്കുക എന്നുള്ളൊരു എഫക്റ്റാണ് ആ ടേം ചെയ്യുക, കൂളോംബിക് റിപ്പൽഷൻ ഓഫ് പ്രോട്ടോൺസ്. ആ ടേമിൻ്റെ ഡിപ്പെൻഡൻസ് ഇങ്ങനെയാണ്. നമ്മളൊരു യൂണിഫോംലി ചാർജ്ഡ് സ്ഫിയർ ആണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെ അസ്യൂം ചെയ്തൊക്കെ കഴിയുമ്പോൾ കൂളോംബിക് പൊട്ടൻഷ്യൽ എനർജി ടേം will come as potential energy terminal dependence is on distance in the denominator. അപ്പോൾ ആ R dependence in the denominator will give us a term like this, R0 a raised to 1/3. അപ്പോൾ മാസ് നമ്പറിനോടുള്ള ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് a raised to 1/3 താഴെയാണ് വരിക. ബാക്കിയുള്ളതിനൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ടേം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി AC Z into Z minus 1 by a raised to 1/3. ഇങ്ങനെ ഒരു ടേമാണ് വരിക. ഇങ്ങനെ ഒരു ടേമിനെ ഞാൻ സബ്ട്രാക്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു ഫ്രം ബൈൻഡിങ് എനർജി, ബിക്കോസ് ദിസ് ആക്ട്സ് ടു റെഡ്യൂസ് ദി ബൈൻഡിങ് എനർജി. ഓക്കെ, ഈ AC എന്ന് പറഞ്ഞത് 3/5 E²/4πε0 R0 എന്നൊക്കെ പറഞ്ഞ് കുറേ കോൺസ്റ്റൻറ്റ് ടേംസിനെയൊക്കെ ക്ലബ് ചെയ്ത് AC എന്ന് എഴുതിയിരിക്കുകയാണ്. ഇനി ഇതൊന്നും കൂടാതെ അപ്പോൾ ഈ a raised to 1/3 എന്നുള്ള ടേമിൻ്റെ ഡിപ്പെൻഡൻസ് അതും കൂടി വരുമ്പോഴേക്കും നമ്മുടെ ഗ്രാഫിന് വീണ്ടും കുറച്ച് ചേഞ്ചസ് കൂടി സംഭവിക്കും. ഇറ്റ് വിൽ സ്റ്റാർട്ട് കമ്മിങ് ഡൗൺ ലൈക്ക് ദിസ്. ഇനി നാലാമത് കൺസിഡർ ചെയ്യേണ്ട ഒരു ടേം എന്ന് പറയുന്നത് ലൈറ്റ് ന്യൂക്ലിയയുടെ കേസിൽ പ്രോട്ടോൺ നമ്പറും ന്യൂട്രോൺ നമ്പറും സെയിം ആയിരിക്കും. പക്ഷേ ആസ് വി പ്രോഗ്രസ് വിത്ത് മാസ് നമ്പേഴ്സ് ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഷുഡ് ബി മോർ ഹയർ ഇൻ ഓർഡർ ടു കോമ്പൻസേറ്റ് ഫോർ ദി ഇൻക്രീസിങ് റിപ്പൽഷൻ, കൂളോംബിക് റിപ്പൽഷൻ ഓഫ് പ്രോട്ടോൺസ്. അപ്പോൾ മാസ് നമ്പർ കൂടുമ്പോൾ തീർച്ചയായിട്ടും പ്രോട്ടോൺ നമ്പറും കൂടിക്കൂടി വരും. അപ്പോൾ പ്രോട്ടോൺ നമ്പർ കൂടുതലാവുമ്പോൾ ഈ റിപ്പൽഷൻ്റെ എഫക്ട്സ് കൂടുതൽ കണ്ടു തുടങ്ങും. അപ്പോൾ അങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ അതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ന്യൂട്രൽ ആയിട്ടുള്ള കുറേ ന്യൂട്രോൺസും കൂടി കൂടുതൽ ആവശ്യമുണ്ട് ഒരു ന്യൂക്ലിയസിനകത്ത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലുള്ള സിമെട്രി തെറ്റും. ഇപ്പോൾ അയൺ എന്നുള്ള ന്യൂക്ലിയൈ വരെയാണ് നമുക്ക് 28 പ്രോട്ടോണും 28 ന്യൂട്രോണും ഉള്ളത്. അതിനുശേഷം നോക്കിക്കഴിഞ്ഞാൽ ന്യൂട്രോൺ നമ്പർ എപ്പോഴും പ്രോട്ടോൺ നമ്പറിനേക്കാളും കൂടുതലാണ്. അത് ഹെവിയർ ന്യൂക്ലിയയിലേക്ക് പോകുമ്പോഴേക്കും ന്യൂട്രോൺ നമ്പർ കൺസിഡറബിളി ഇൻക്രീസസ്. അപ്പം അങ്ങനെ ഈ പ്രോട്ടോൺ നമ്പറും ന്യൂട്രോൺ നമ്പറും തമ്മിലുള്ളൊരു അസിമെട്രി കാരണം ഒരു ടേമിൻ്റെ കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്, വിച്ച് ഇസ് കോൾഡ് ദ സിമെട്രി ടേം. ഈ സിമെട്രി ടേമിൻ്റെ ഡിപ്പെൻഡൻസ് ഓൺ മാസ് നമ്പർ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളത് ഡിറൈവ് ചെയ്യാനൊന്നും പോകുന്നില്ല. ബട്ട് ആസ് ഓഫ് നൗ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദി symmetry in the number of protons and neutrons. For light nuclei, we have Z is equal to A/2. Okay. പക്ഷേ ഹെവി ന്യൂക്ലിയസിലേക്ക് പോകുമ്പോൾ what happens is
we have an asymmetry in the number of protons and neutrons. Okay. അപ്പോൾ ഇങ്ങനെ ഒരു ടേമും കൂടി should be subtracted from the binding energy term. Okay. So your curve shape actually again tends to be more like what is observed. And a final term you have to add to the expression for binding energy, because in many nuclei there is a tendency for the nucleons to couple together and form a pair. സാധാരണഗതിയിൽ പെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ന്യൂക്ലിയോൺസിന്, ഈ ഓരോ ന്യൂക്ലിയോൺസിനും ആംഗുലർ മൊമെൻ്റ് ഒക്കെ ഉണ്ട്. ദേ ആർ ജസ്റ്റ് ലൈക്ക് അവർ ഇലക്ട്രോൺസ്, സ്പിൻ ഹാഫ് പാർട്ടിക്കിൾസ് ആണ്. ദേ ഹാവ് an angular momentum, and in many cases the nucleons have a tendency to pair with each other. പെയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് ആംഗുലാർ മൊമെൻറ്റം 0 ആവുന്നതിനെയാണ് പെയറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പല ന്യൂക്ലിയയുടെ കേസിലും ഈ പറഞ്ഞ ന്യൂക്ലിയോൺസ് ഇങ്ങനെ പെയർ ചെയ്ത് നിൽക്കാൻ താല്പര്യപ്പെടുന്നു. പക്ഷെ ചില കേസിൽ ഓഡ് മാസ് നമ്പർ ഉള്ള ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. ഓഡ് മാസ് നമ്പർ ഉള്ള ന്യൂക്ലിയസ് ആണെങ്കിൽ എ ഓഡ് വരാനുള്ള രണ്ട് പോസിബിലിറ്റി എന്ന് പറയുന്നത് സെഡ് ഈവൻ ആകാം, എൻ ഓഡ് ആകാം, അല്ലെങ്കിൽ നേരെ തിരിച്ച് സെഡ് ഓഡ് ആകാം, എൻ ഈവൺ ആകാം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം, ഇത് സെഡ് ഈവൺ ആവുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പ്രോട്ടോൺസിനും പെയർ ചെയ്ത് നിൽക്കാൻ പറ്റും. പക്ഷേ ഇവിടെ എൻ ഓഡ് ആവുമ്പോൾ എല്ലാ ന്യൂട്രോൺസിനും പെയറിനെ കണ്ടെത്താൻ പറ്റില്ല. There will be one odd neutron which doesn't have another neutron to pair with. Similarly, in this case, there will be a lone proton. Okay. അപ്പോൾ ഇങ്ങനെ ആവണം എന്നില്ല എല്ലാ ന്യൂക്ലിയയുടെയും കേസ്. ഇപ്പോൾ ചില ന്യൂക്ലിയ, ഇപ്പോൾ ഓക്സിജൻ 8, 16, 8 ഇവിടെ എല്ലാത്തിനും പെയർ ചെയ്ത് നിൽക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നേരെ മറിച്ച് നൈട്രജൻ കൺസിഡർ ചെയ്യുക. നൈട്രജൻ കൺസിഡർ ചെയ്യുമ്പോൾ 7, 7, 14 എന്നുള്ള കേസിൽ ഒരു പ്രോട്ടോണിനും ഒരു ന്യൂട്രോണിനും പെയർ ചെയ്ത് നിൽക്കാൻ ആളില്ല. ഓക്കെ. അപ്പോൾ there are cases like this where you don't have, or you may have this particular case. Here all the protons have possibility to pair with, but all neutrons don't have a pair. There is a single lone neutron. അപ്പോൾ ഈ പല ന്യൂക്ലിയായി എടുക്കുമ്പോൾ ഈ പറഞ്ഞ ചില കേസിൽ പെയർ ചെയ്ത് നിൽക്കാൻ പറ്റും, ചില കേസിൽ പെയർ ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഈവൺ ന്യൂക്ലിയായി ഒക്കെ പെയർ ചെയ്ത് നിൽക്കും. പക്ഷേ ഓഡ് മാസ് നമ്പർ വരുന്ന ന്യൂക്ലിയയുടെ കേസിൽ പെയർ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ there is a contribution to the binding. ഈ പെയർ ചെയ്ത് നിൽക്കുന്നതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ബൈൻഡിങ് എനർജി കൂടാനാണ് സഹായിക്കുക. മൊത്തത്തിൽ സിസ്റ്റത്തിൻ്റെ എനർജി റെഡ്യൂസ് ആവും, ബൈൻഡിങ് എനർജി കൂടുകയും ചെയ്യും പെയർ ചെയ്ത് നിൽക്കാൻ പറ്റിയാൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലാ ന്യൂക്ലിയയ്ക്കും ഈ പെയറിങ് കാരണം ഉള്ള ബൈൻഡിങ് എനർജിയിൽ ഉള്ള എഫക്റ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. ഈവൺ ന്യൂക്ലിയയുടെ കേസിൽ ബൈൻഡിങ് എനർജിയിലേക്ക് അത് പോസിറ്റീവായിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. പക്ഷേ ഓഡ് മാസ് നമ്പർ വരുന്ന ന്യൂക്ലിയസിൻ്റെ കേസിൽ ഈ പറഞ്ഞ പെയറിങ് കാരണം എനർജി അത്ര കണ്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദർ വിൽ ഓൾവേസ് ബി എ ലോൺ ന്യൂക്ലിയോൺ. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു ഹാവ് ടു കൺസിഡർ എ ടേം വിച്ച് ഇസ് കോൾഡ് ദി പെയറിങ് എനർജി ടേം, whose sign will vary depending on what type of nuclei you are considering. The pairing energy is usually expressed as plus AP divided by A raised to 3/4 for Z and N even. ഞാൻ പറഞ്ഞല്ലോ, ഈവൺ ന്യൂക്ലിയയുടെ കേസിൽ ബൈൻഡിങ് എനർജിയിലേക്ക് ആഡ് ചെയ്യുന്ന എഫക്റ്റാണ് ഈവൺ ന്യൂക്ലിയയുടെ കേസിൽ പെയറിങ് എനർജിയുടെ കോൺട്രിബ്യൂഷൻ. നേരെ മറിച്ച് സെഡും എന്നും ഓഡ് ആവുന്ന ന്യൂക്ലിയസിൻ്റെ കേസിൽ
-AP A⁻³ അതായത് ബൈൻഡിങ് എനർജി കുറയ്ക്കാനാണ് ഇങ്ങനൊരു ടേം ഉപകരിക്കുക. ഓഡ് മാസ് നമ്പർ ഉള്ള ന്യൂക്ലിയസിൻ്റെ കേസിൽ പെയറിങ് എനർജി 0 ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടേമും കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു ടു ദി ബൈൻഡിങ് എനർജി. So if you write down the complete expression for binding energy, you have a volume term, you have a surface term, you have a Coulombic term, you have an asymmetry term, and a pairing energy term. Okay, and this expression is called semi-empirical mass formula, which gives you a relation for binding energy of nuclei with mass number. Okay. ഈ എക്സ്പ്രഷനിൽ നിന്ന് എന്തൊക്കെ ഇൻഫർമേഷൻ കിട്ടുന്നു എന്നുള്ളത് we will see in the next lecture.